ഇപ്പം നമ്മൾ സ്ത്രീയുടെ സുരക്ഷിതത്വം തന്നെ നോക്കിക്കോ. അപ്പം നിയമം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു രാത്രിയൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു സുരക്ഷിതവും ഇല്ല. നിയമ നടപടി എന്ന് പറയുമ്പോൾ അതിശക്തമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ അത് വളരെ ദുർബലമായി പോവുക ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഏത് വ്യവസ്ഥയും. അതുകൊണ്ടാണല്ലോ ഇതുപോലെ ഇപ്പോൾ ഈ പീഡനങ്ങളും റേപ്പും ഒക്കെ ഒരുപാട് കൂടുന്നത് അതുകൊണ്ടല്ലേ. എന്തുമാത്രം പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകലും പീഡിപ്പിക്കലും ഒക്കെ ഒരുപാട് വയസ്സായവർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും എബ്രോഡിലൊക്കെ അതൊക്കെ ഭയങ്കര അതന്നെ. ഇവിടെ ഇപ്പോൾ 90 വയസ്സായ അമ്മൂമ്മമാർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയൊരു കർശനമായിട്ടുള്ള നിയമ സംവിധാനമൊക്കെ ഉണ്ടാവണം, കർശനമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവണം. ആ വ്യവസ്ഥ ഉണ്ടായാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റേഷനിലേക്കൂടെ വരണം. എപ്പോഴും അവർ രക്ഷപ്പെട്ടു പോവുക. എനിക്ക് തോന്നുന്നു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെയും കൂടി ആയിരിക്കും എന്നത്. പക്ഷെ ശരിക്കും ആൻറ്റി അതൊരു വഴി പിന്നെ ഒരു അടുത്ത് പേടിയെന്നൊരു സാധനം ഇല്ല. ഇല്ല 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 ഇത്രയേ ഉള്ളല്ലോ എന്നാണ്. അതുകൊണ്ട് പിന്നെയും ചെയ്യുന്നു. ഇപ്പൊ ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തോട്ട് ഒരു പെങ്കൊച്ചു വരിക എന്ന് വെച്ചാൽ ഒരു ഔട്ട്സൈഡർ വരികയാണെങ്കിൽ, പിന്നെ ഒരു ഫോറിനറോ ഹൂവർ ഇറ്റ് മേ ബി തേർഡ് പേഴ്സൺ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു യൂറിൻ പാസ് ചെയ്യണം എന്ന് വെച്ചോളൂ, അതിന്റെ ഒരു വലിയ അഭാവമുണ്ട് നമ്മുടെ ഇവിടുത്തെ. നമ്മൾ കുറെ ഈ പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ വെച്ചു, പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെയും ആരും അങ്ങനെ പോത്തില്ല ഇല്ലേ? അതൊരു ശരിക്കും ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തന്നെ ആരും പോയില്ല അതിനകത്ത്. ആന്റി ഇപ്പൊ ഇത്രയും ആന്റി ചോദിച്ചു, ആന്റി 5 വർഷമായിട്ട് മേയറായിട്ട് ഭരിച്ചു. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ് 5 വർഷമായിട്ട് ആന്റിയുടെ കൂടെ ഉണ്ട്. ഇവർ സപ്പോർട്ടായിരുന്നു ആന്റിക്ക്? ആന്റിയുടെ ഓരോ കാര്യത്തിലും ഇല്ലായിരുന്നു. ഇപ്പൊ തന്നെ സ്മാർട്ട് സിറ്റി വന്നപ്പോൾ തിരുവനന്തപുരത്തിന് തന്നില്ലല്ലോ, കൊച്ചിക്കല്ലേ കൊടുത്തത്. വാസ്തവത്തിൽ നമുക്കായിരുന്നു അർഹത. നമ്മുടെ അർഹത ഇല്ലാതാക്കിയിട്ടാണ് കൊച്ചിക്ക് കൊടുത്തത്. അപ്പോൾ അവരാരും ഈ തലസ്ഥാന നഗരത്തെ സ്നേഹിക്കുന്നവരല്ല, പക്ഷെ അവർ താമസിക്കുന്ന തലസ്ഥാന നഗരത്തിനകത്താണ്. ആന്റി ഇപ്പം നമ്മുടെ ഈ എറണാകുളം ഇത്രയും ഡെവലപ്പ് ആണെന്ന് പറഞ്ഞു, അവിടെ മെട്രോ എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ലൈറ്റ് മെട്രോ വരുന്നു എന്ന് പറഞ്ഞപ്പം ആന്റി ആ ഡിസ്കഷനിൽ തന്നെ വാക്കൗട്ട് ചെയ്തു. അല്ല, അത് പിന്നെ നമ്മുടെ അതിനകത്ത് അന്നൊരു വലിയ വിഷയം, നമുക്കത് വേണ്ടാഞ്ഞിട്ടല്ല. അല്ല, അത് അന്ന് ഇപ്പോൾ ശിവൻകുട്ടി MLA മായിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് തർക്കം മറ്റേ ആയിരുന്നപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വോക്കൗട്ട് നടത്തുക. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ്, രണ്ടാമത്തെ കാര്യം എൻ്റെ ആന്റി ഒന്ന് ടാർ ചെയ്ത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ അത് കുത്തി പൊളിച്ച് അതിനെ ഇല്ലാതാക്കുക ഇല്ലേ. തേർഡ് പാർക്കിങ്ങും ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വാഹനങ്ങളുടെ ആ എണ്ണം ഒരുപാട് വർദ്ധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഇപ്പം ഫ്ലൈ ഓവേഴ്സും ഇതെല്ലാം നമുക്ക് പൂർത്തീകരിച്ചിട്ടോ ഇല്ല എന്ന പകുതിക്ക് നിൽക്കുക. നമുക്ക് ഇനി ഇപ്പം വേണ്ടിയത് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പ്രസ് ഹൈവേ വേണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ലൈറ്റ് മെട്രോയേക്കാളും കൂടുതൽ എക്സ്പ്രസ് ഹൈവേ. കാരണം എന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുമ്പം ഒരു ഫ്ലൈ ഓവർ മുകളിലുണ്ട്, അതിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡ് സംവിധാനം ആണ് ആദ്യം നമുക്ക് ആവശ്യം, അതിന് ശേഷമാണ് ബാക്കി ഏതും. അപ്പോൾ അതിൻ്റെ മുകളിൽ അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ്. ഞാനും ആൻറ്റിയോട് യോജിക്കുന്നു. കാര്യം എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിലും ഇത് കുറച്ച് നാളായിട്ട് ഞാൻ പറയാൻ ആന്റിയെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ എത്ര പ്രാവർത്തികമാവുമെന്ന് എനിക്കറിയത്തില്ല. ആന്റി ശരിക്കും നമ്മുടെ കന്യാകുമാരി ടു കാസർഗോഡ് നമ്മുടെ ബീച്ച് സൈഡിൽ കൂടെ തന്നെ ഒരു ഹൈവേ പോലത്തെ ഒരു റോഡ് പ്ലാൻ ചെയ്താൽ ഹൈവേക്ക് പോകുന്നവർക്ക് അതിൽ കൂടെ പോവാം. പക്ഷേ ആ ഹൈവേ ഉണ്ടാക്കുമ്പോ എൻട്രി പാസ് വെച്ച് തന്നെ പോയിക്കോട്ടെ, അതിലപ്പം സ്ട്രെയിറ്റ് ബൈ റോഡ്സ് ഉണ്ടല്ലോ, കയറുകയും ചെയ്യാം. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ പിന്നെ ട്രാഫിക് കുറയും. അതുകൊണ്ടാണ് എക്സ്പ്രസ് ഹൈവേ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ലെയർ എന്ന് പറയുന്നത് വാഹനങ്ങൾ പോകാനുള്ളത്, അതിന്റെ മുകളിൽ മെട്രോ. അതെ. അപ്പൊ നമുക്ക് സ്ഥലം വേറെ അന്വേഷിക്കണ്ട, ശരിയല്ലേ? അപ്പൊ വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയുമായി അതിന്റെ മുകളിൽ ട്രെയിനും പോവും. അങ്ങനെയുള്ള ജയ്പൂർ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, എക്സ്പ്രസ് ഹൈവേ. ഈ ലൈറ്റ് മെട്രോ വന്ന് പറഞ്ഞ സമയത്ത് ആന്റി ഈ സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പേ അവിടെ ബഹളമായല്ലോ, ഇതും കൊണ്ടാണ് ഞാൻ പോയത്. ഈ സജഷനും കൊണ്ടാണ് പോയത്. ഇതാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് എക്സ്പ്രസ് ഹൈവേ ആണ് വേണ്ടത്. ജയ്പൂരിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, അത് വെച്ച് നോക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മെട്രോയ്ക്ക് എടുക്കുന്ന ആ സ്ഥലം തന്നെ മതി, നമുക്ക് വാഹനം പോകാനും കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടി വാഹനം മെട്രോ റെയിൽ പോകും, അതിൻ്റെ അടിയിൽ കൂടി ഈ വാഹനങ്ങളും പോകും. മനസ്സിലായോ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിറ്റിക്ക് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആന്റിയോട് അത് യോജിക്കുന്നത്.